പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ദേവയാനിക്ക് ഏതായാലും ഒരുപാട് ഇഷ്ടമായി ചന്തുമോളെ. അതുകൊണ്ട് മോളെ മടിയിൽ പിടിച്ചിരുത്തി കൃഷ്ണൻ്റെയും ഹംസൻ്റെയും ഒക്കെ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് മോളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നൊക്കെയുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ആകെ വിഷമിച്ച് ജ്വല്ലറിയിലിരിക്കുന്ന അബിയെ കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത തിരുമുറി എന്താണ് നടത്തേണ്ടത് എന്ന് ആലോചിക്കുമായിരിക്കും. ഇനിയിപ്പം ഈ പേര് പറഞ്ഞ് ആദർശിനെ ചന്തുമോളുടെ പേര് പറഞ്ഞ് അങ്ങ് അടക്കി നിർത്താമല്ലോ. അതുകൊണ്ട് അടുത്ത തിരുമുറിയെപ്പറ്റി ആലോചിക്കുമായിരിക്കും. പിന്നെ കാണിക്കുന്നത് നയന ചന്തുമോളുടെ കാര്യം ദേവേനോട് പോയി ചോദിക്കുവാണ്. മോളെ ഇവിടെ തന്നെ നിർത്തണോ അതോ ഇവിടുന്ന് മാറ്റാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുന്നതുകൊണ്ടാവാം ദേവേനി തിരിച്ചു പറയുവാണ്, മോളെ ഇവിടുന്ന് മാറ്റി നിർത്താനൊന്നും ഏതായാലും മുത്തശ്ശനും മുത്തശ്ശി സമ്മതിക്കത്തില്ല. അവർക്ക് ആ കുട്ടിയെ ഇനി മാറ്റി നിർത്തുന്നത് ഇഷ്ടവുമല്ല. ഇതുപോലൊക്കെ തന്നെയാണ് ജലജയും ഈ വീട്ടിലൂടെ കയറി വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇത്തിരി ദേഷ്യത്തോടെ ദേവയാനി ആദർശനോട് പോയി ചോദിക്കുവാണ്, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോടാ എന്ന്. ആ ചോദ്യവും ആദർശിൻ്റെ മുഖം തീർത്ത് കാരണത്തിൻ്റെ ഒരു അടിയും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും. അതുപോലെ നയനയും ഇത്തിരി വിഷമത്തോടെ നോക്കി നിൽക്കുന്നൊക്കെയാണ് കാണിക്കുന്നത്. ഇത് മിക്കവാറും ആദർശ് കാണുന്ന സ്വപ്നമായിരിക്കും. ഇനിയിപ്പം നയനയോട് പറഞ്ഞു കഴിയുമ്പം നയന കരഞ്ഞുകൊണ്ട് അത് പോയി ദേവയാനിയോട് പറയും. ദേവയാനി അത് ആകെ സീനാക്കും എന്നൊക്കെ ആദർശ് ചിലപ്പം മനസ്സിൽ ചിന്തിക്കുന്നതോ സ്വപ്നം കാണുന്നതോ ആവാം. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.